ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ആളുകൾ അവൻ്റെ പ്രസംഗം കേട്ട് അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവർക്ക് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തി കൊടുത്തു. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. യോഹന്നാൻ പരാമർശിക്കുന്നതായ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. കടന്നു പോകുന്ന യേശുവിനെ നോക്കി യോഹന്നാൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. കർത്താവായ യേശുക്രിസ്തു ഒരു കുഞ്ഞാടിനെ പോലെ നിഷ്കളങ്കനായിരുന്നു. തന്നിൽ യാതൊരു ദോഷവും ഉണ്ടായിരുന്നില്ല. നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. സർവ്വമാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ സ്വയം യാഗമായി അവൻ സമർപ്പിച്ചു. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പാപങ്ങളെ ക്ഷമിക്കുവാനുള്ള, ശിക്ഷിക്കുവാനുള്ള എല്ലാ അധികാരവും യേശു കർത്താവിലുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവരെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നു. അതായത് രക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കുന്നു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്കും രക്ഷയുടെ ഉറപ്പ് ലഭിക്കട്ടെ. ഇത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയാണ്.